നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 505th ഡേ. ഇന്ന് ടുഡേ 6th ചാപ്റ്റർ 105th ഡേ 105th ശ്ലോകം. ഓം ശ്രീകൃഷ്ണായ നമഃ. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം ഒരു ദിവസം ഒരു ശ്ലോകം. 505 ദിവസം. ഇന്ന് 6ാമത്തെ അധ്യായത്തിലെ 105ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ വ്രജപ്രിയം, കൃഷ്ണം ദ്വൈപായനം വന്ദേ, കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി, മോക്ഷേഷു വൃന്ദമന്ദാരമായി, കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 6ാമത്തെ അധ്യായത്തിലെ 105ാമത്തെ ശ്ലോകം. ഇതിജ പരമഗുഹ്യം സർവസിദ്ധാന്തസിദ്ധം സപദി നിഗദിതം തേ ശാസ്ത്രപുഞ്ചം വിലോക്യ ജഗതി ശുഖകഥാതോ നിർമ്മലം നാസ്തി കിംചിത് പിബ പരമസുഖഹേതു പിബ പരസുഖഹേതോർ ദ്വാദശസ്കന്ധസാരം. ഇതിജ പരമഗുഹ്യം സർവസിദ്ധാന്തസിദ്ധം സപദി നിഗദിതം തേ ശാസ്ത്രപുഞ്ചം വിലോക്യ ജഗതി ശുഖകഥാതോ നിർമ്മലം നാസ്തി കിംചിത് പിബ പരസുഖഹേതോർ ദ്വാദശസ്കന്ധസാരം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സൂതൻ തുടരുകയാണ്. ഇപ്രകാരം പരമരഹസ്യവും സർവസിദ്ധാന്തങ്ങളുടെ പരീക്ഷണത്തെ എല്ലാവിധത്തിലും പരീക്ഷിച്ചിട്ട് കിട്ടിയ പരമസിദ്ധാന്തമായിട്ടുള്ള ആ ശാസ്ത്രത്തെയാണ് അങ്ങയോട് ഞാൻ പറഞ്ഞു തരുന്നത്. സകല ശാസ്ത്രവും പരിശോധിച്ചു നോക്കിയപ്പോൾ ശുഖശാസ്ത്രത്തേക്കാൾ കളങ്കരഹിതമായിട്ടും സർവസമ്പദമായിട്ടും എല്ലാവരാലും സമ്മതിക്കപ്പെട്ടതായിട്ടും എല്ലാവർക്കും നന്മ ചെയ്തതുമായിട്ടുമുള്ള മറ്റൊരു ശാസ്ത്രം ഈ ലോകത്ത് ഇല്ലെന്ന് കണ്ടിരിക്കുന്നു. പരമസുഖം ലഭിക്കുവാനായിക്കൊണ്ട് ഈ 12 സ്കന്ധങ്ങളിലായിട്ട് അടങ്ങിയിരിക്കുന്ന ആ സാരത്തെ ആസ്വദിച്ചു കൊള്ളുക. ഈ ശ്രീമദ് മഹാഭാഗവത കഥ പറയാൻ പോവുകയാണ്. സംവാദങ്ങളായിട്ടാണ് വരിക. ഒരാൾ ചോദ്യം ചോദിക്കുന്നു, അതിൽ മറുപടി സൂതൻ ചോദിക്കുന്ന, ശൗനകാദികൾ ചോദിക്കുന്ന മറുപടിക്ക് സൂതൻ പറയുന്ന കഥ മുഴുവൻ, അതായത് ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷത്തിനായിക്കൊണ്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ആ ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷത്തിനായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെ ചോദ്യ ഉത്തരങ്ങളായിട്ട് നാരദ വ്യാസ സംവാദം, മൈത്രേയ വിദുര സംവാദം, ഉദ്ധവ ശ്രീഷ്ണ സംവാദം, അങ്ങനെ പല 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 സംവാദങ്ങളിലായിട്ട് സംവാദത്തിൻ്റെ ഉള്ളിൽ സംവാദം, സംവാദത്തിൻ്റെ ഉള്ളിൽ സംവാദം, ഇങ്ങനെ പരസ്പരം ചോദ്യം ചോദിക്കുകയും ഉത്തരം പറയുകയും ചെയ്യുന്നതായിട്ടാണ് ഈ ശ്രീമദ് മഹാഭാഗവതം നമുക്ക് കാണാൻ സാധിക്കുക. ഇങ്ങനെ പരീക്ഷിച്ച് നോക്കിയപ്പോൾ എല്ലാ ശാസ്ത്രങ്ങളിലും വെച്ച് അത്യുന്നതമായ ശാസ്ത്രം ശ്രീമദ് മഹാഭാഗവത ശാസ്ത്രമാണ്. പരമശാന്തിയും പരമസുഖവും ലഭിക്കുവാൻ വേണ്ടി, പരമം എന്ന് പറയുന്നത് ഏറ്റവും നല്ലത് എന്നുള്ള അർത്ഥത്തിലാണ്, ലഭിക്കുവാൻ വേണ്ടി ശ്രീമദ് മഹാഭാഗവതത്തോട് പോലെ വിശുദ്ധമായിട്ടും ഇതായിട്ടും ഉള്ളത് ഒന്നില്ലെന്ന് പരീക്ഷിച്ച് കണ്ടുപിടിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ പരമസുഖത്തിനായിക്കൊണ്ട് ഈ 12 സ്കന്ധങ്ങളിൽ ദ്വാദശസ്കന്ധസാരം പിബ കുടിക്കുക എന്നാണ് പറയുന്നത്. ആ പരമസുഖത്തിനായിക്കൊണ്ട് ഈ 12 സ്കന്ധങ്ങളിലായിട്ട് പറയപ്പെട്ടിട്ടുള്ള ശ്രീമദ് മഹാഭാഗവതാമൃതം കുടിച്ചുകൊള്ളുക എന്ന് എല്ലാവരോടുമായിക്കൊണ്ട്, ശൗനകാദികളോട് പ്രത്യേകമായിക്കൊണ്ട് ആ സൂതൻ പറഞ്ഞു തരികയാണ്. സൂതപൗരാണികൻ എല്ലാ ശാസ്ത്രങ്ങളും അറിയുന്ന ആളാണ്. അദ്ദേഹമാണ് ഈ കഥ ശൗനകാദികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. അടുത്ത ശ്ലോകത്തോടു കൂടി ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം സമ്പൂർണ്ണമാവുകയാണ്. അതിനുശേഷം ശ്രീമദ് മഹാഭാഗവതം ആരംഭിക്കുവാൻ പോവുകയാണ്. അതിമഹത്തായ ശ്രീമദ് മഹാഭാഗവതം അറിയുന്നത് പോലെ ഓരോ ശ്ലോകമായിട്ട് ഇതുപോലെ തന്നെ നമുക്ക് പാരായണം ചെയ്ത് അർത്ഥം ഗ്രഹിക്കാം. ഓം തത്സത്. ഇതിച്ച പരമഗുഹ്യം
സർവസിദ്ധാന്തസിദ്ധം സപദി നിഗദിതം തേ ശാസ്ത്രപുഞ്ചം വിലോക്യ ജഗതി സുഖകഥാദോ നിർമ്മലം നാസ്തി കിംചിത് പിബ പരസുഖഹേതോ ദ്വാദശസ്കന്ധസാരം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്. ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ.